കേസിലെ സർക്കാർ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് എസ് അഫ്ലി, മുൻ DGP, ആശ ആച്ചി ജോസഫ് WCC അംഗം, ഗായത്രി വർഷ നടി, അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM പ്രതിനിധി അഭിഭാഷകരും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം കെ അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, സർക്കാരിൻ്റെ പക്കലുള്ള രേഖകളിൽ 52ഓളം കുറ്റകൃത്യങ്ങളുടെ തെളിവുകളോ മൊഴികളോ ആണ്. ഈ സ്റ്റേറ്റിന് ഒരു കുറ്റകൃത്യം നടന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന്മേൽ കേസെടുക്കാൻ കഴിയാതെ വരുന്നത് എന്ത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. കേസില്ലേ സർക്കാർ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. ഇത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനല്ല. സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന പലതരത്തിലുള്ള പരാതികൾ വന്നപ്പോൾ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് നിയോഗിച്ചത്. ആ എക്സ്പെർട്ട് കമ്മിറ്റി 2 വർഷത്തെ പഠനത്തിനും പരിശോധനയ്ക്കും ശേഷം ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പൊതുവായി പറഞ്ഞ കുറേ ജനറലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വനിതാ സംവിധായകരും വനിതാ അഭിനേതാക്കളും അടക്കമുള്ളവരുടെ ജീവിത നിലവാരവും മറ്റ് സൗകര്യങ്ങളും എല്ലാം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനറലായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം നിരവധി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുറ്റകൃത്യം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീയതിയോ സമയമോ പരാതിക്കാർ അങ്ങനെ പരാതി പറഞ്ഞതായിട്ടോ അവർക്ക് പരാതി ഉള്ളതായിട്ടോ ഇന്നന്നെ ആളുകളാണ് പരാതിക്കാർ എന്ന രൂപത്തിൽ അവരുടെ പേര് വെളിപ്പെടുത്തുന്ന സാഹചര്യമോ അത്തരത്തിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിവരവും ഈ റിപ്പോർട്ടിൽ ഒരു പരാതിക്കാരൻ എന്ന രൂപത്തിലില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി തന്നിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സമഗ്ര ചലച്ചിത്ര നയം രൂപീകരിക്കാൻ സബ് കമ്മിറ്റി ഉണ്ടാക്കി. ഈ ചലച്ചിത്ര നടിമാർക്ക് അയച്ചു കൊടുത്ത ചില വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്, ഓഡിയോ ക്ലിപ്പുകളുണ്ട്, അവരുടെ ശരീരത്തിലെ നഗ്നഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു കൊടുത്തുകൊണ്ട് ക്ഷണിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ്. ശരി, അത് ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ തെളിവുകൾ എന്ന പേരിൽ ഈ റിപ്പോർട്ടിൻ്റെ 2ാം ഭാഗത്ത് ചില വാട്സപ്പ് സന്ദേശങ്ങളും ക്ലിപ്പുകളും ഉള്ളതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അത് തെളിവുകളല്ലേ? ആ കുറ്റകൃത്യം എന്നുള്ളത് സ്റ്റേറ്റിനെതിരെ നടന്ന കുറ്റകൃത്യമല്ലേ? അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, കേസെടുക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഇല്ല, ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഫൻസ് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി, പക്ഷേ ആ പരാതി കൊടുക്കാൻ അതിലെ വിക്ടിം തയ്യാറായില്ലെങ്കിൽ തന്നെ ആ പരാതി ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തി, ആ ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന രൂപത്തിലുള്ള ഒരു ഒഫൻസ് നടന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ആധികാരികമായിട്ടുള്ള വിവരം, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഈ കമ്മീഷന്റെ മൊഴി എടുക്കുന്നതിലോ തെളിവ് ശേഖരണമല്ലല്ലോ. കാരണം സർക്കാർ തന്നെ ചട്ടപ്രകാരം നിയമിച്ചിരിക്കുന്ന ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയിൽ ഇത്തരം 50ഓളം കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് തെളിവുകളും മൊഴികളും ലഭിച്ചിരിക്കെ സർക്കാർ അതിൽ ഇൻഫോംഡ് ആണ്. ആ കമ്മിറ്റി അതിൽ ഇൻഫോംഡ് ആണ്. കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് സർക്കാരിനാണ്. ആ സർക്കാരിലെ മന്ത്രി അതിൽ ഇൻഫോംഡ് ആണ്. അതിലെ ഉദ്യോഗസ്ഥർ ഇൻഫോംഡ് ആണ്. കുറ്റകൃത്യം നടന്നു എന്നത് അറിയാവുന്നത് സർക്കാരിലെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്കാണ്. അപ്പോൾ പിന്നെ അതിലെന്താണ് ഇനി കേസെടുക്കാൻ തടസ്സം? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു എന്നും അതിൽ ഇന്നെ ആളുകൾ വിക്ടിമാണ് എന്നും തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സാഹചര്യങ്ങൾ ഭാവി നമ്മൾ കാണാത്ത 2ാം ഭാഗം എന്താണ് കെ അരുൺകുമാർ? അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ കാണാത്ത 2ാം ഭാഗത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? നമുക്ക് പറയാനല്ല, സർക്കാരിന് പറയാൻ കഴിയുന്ന. അല്ലല്ല, എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പുകൾ, ഇതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അത് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞത് ഇതേ സർക്കാരാണ്. അപ്പോൾ ആ പറയുന്ന ക്ലിപ്പുകൾ തെളിവുകളല്ലേ? ഈ കമ്മീഷൻ, ഈ കൃത്യമായി എക്സ്പെർട്ട് കമ്മിറ്റിയുടെ, നോട്ട് എ കമ്മീഷൻ, കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തു വിടരുത് അല്ലെങ്കിൽ വിടാൻ പാടില്ല എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ 31/12/2019 ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ആ റിപ്പോർട്ട് ഒന്ന് പഠിക്കുവാനും ആ റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്ന മാധ്യമപ്രവർത്തകനോട് വിവരാവകാശ കമ്മീഷൻ
ഈ മാധ്യമപ്രവർത്തകന്റെ അപേക്ഷ സർക്കാരിനോട് കൊടുക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാടാണ് എടുത്തത്? അല്ല, വിവരാവകാശ കമ്മീഷൻ കൃത്യമായി 12/1/2020 തന്നെ കിട്ടിയ ആപ്ലിക്കേഷനിൽ ഒരാഴ്ചക്കകം തന്നെ ഇതിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ വിവരം ലഭിച്ചു? അതെങ്ങനെ വിവരാവകാശ കമ്മീഷന് വിവരം ലഭിച്ചു? അതിൽ സ്വകാര്യതയെ സംബന്ധിക്കുന്ന വിവരങ്ങളുണ്ടെന്ന് ആര് നിർദ്ദേശം കൊടുത്തു? വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ടിന്റെ കോപ്പി ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടുകയും ഗവൺമെന്റ് അത് ഹാജരാക്കുകയും അത് പരിശോധിച്ചിട്ടാണ് കൃത്യമായി അതിൽ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിനോട് ആദ്യഘട്ടത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാമോ എന്ന് ചോദിച്ചപ്പോൾ സാംസ്കാരിക വകുപ്പ് എന്തെങ്കിലും മറുപടി നൽകിയിരുന്നോ കെ എസ് അരുൺകുമാർ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാ? റിപ്പോർട്ട് തയ്യാറാക്കിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ഹേമയാണ്. ആ ഹേമ റിപ്പോർട്ട് കൊടുത്തത് 31/12/2019 അതിനുശേഷം കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോൾ 19/2/2020 ഹേമ കൊടുത്ത ഒരു കത്തുണ്ട് ഗവൺമെന്റിന്. ആ കത്ത് ഞാൻ വായിക്കാം, ഒറ്റ വരിയെ വായിക്കുന്നുള്ളൂ. ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് ദ നീഡ് ടു കീപ് ദ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് സെക്സ്വൽ അസാൾട്ട്, ഹരാസ്മെന്റ് ആൻഡ് അബ്യൂസ് which were disclosed to the committee by various women in privacy. ഞാൻ വായിക്കട്ടെ അങ്ങ് കേക്ക് അടുത്ത വരിയോടെ കേക്ക്, അതാണ് പ്രാധാന്യപ്പെട്ടത്. We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. I would also take the liberty to alert you the following these principles in the principles of Supreme Court before parting with the report to anybody in a routine manner. I will be addressing the honorable minister separately in this issue. ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ വെക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ, ആ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട്, കമ്മീഷനിൽ ഒരു കമ്മിറ്റി വെക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ എന്താണ് മടി? ഒരു മടിയുമില്ല. വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിധിയും എല്ലാം വന്നു. ആ വിധി നിലനിൽക്കുക, വിധിയുടെ കാലാവധി കഴിഞ്ഞു, കൃത്യമായിട്ട് അത് പുറത്തുവിട്ടു. ഇതിനിടയിൽ തന്നെ ഒരു സിനിമാ നയത്തിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി അതിഥികളായി വന്ന ആദ്യത്തെ സീറ്റിൽ ഇരിക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും? അർദ്ധരാത്രിയിൽ പോയി നടിയുടെ കഥകിന് കൊട്ടിമുളിച്ച നായകനല്ലെന്ന് താങ്കൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ കെ എസ് അരുൺകുമാർ? ഈ കോൺക്ലേവിൽ വന്ന് സമഗ്ര നയം തിരുത്തിയെഴുതാൻ വരുന്ന ഈ കഥാപാത്രങ്ങൾ ഈ നടിമാർക്ക് വേണ്ടി ഈ നടിമാരെ ലൈംഗികാതിക്രമം നടത്തിയവരല്ലെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? അതവിടെ നിൽക്കട്ടെ, അത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ എൻ്റെ ചോദ്യം നിയമപരമായുള്ള ചോദ്യമാണ് കെ എസ് അരുൺകുമാർ. ഈ സർക്കാർ, താങ്കൾ തന്നെ ആദ്യം വായിച്ചതുപോലെ, സെക്ഷൽ അബ്യൂസസ് നടന്നതിൻ്റെ, വിക്ടിമായതിൻ്റെ രേഖകൾ ആണ് ഇതിലുള്ളതെന്ന് പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹേമ. അതാർക്കാണ് കൊടുത്തത്? ഈ സർക്കാരിന്. തെളിവില്ലേ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇപ്പോൾ സർക്കാരിന്? റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ശരിക്കും ഈ മേഖലകളിലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട അങ്ങ് വാദിച്ചു തോക്കരുത് കെ എസ് അരുൺകുമാർ. താങ്കൾ ഒരു മികച്ച അഭിഭാഷകനാണെന്ന് എനിക്കറിയാം. അങ്ങനെ വേണമെങ്കിൽ താങ്കൾ മികച്ച അഭിഭാഷകനാണെന്നറിയാം. ഒരു ക്രൈം നടന്നാൽ ആ ക്രൈം സ്റ്റേറ്റിനെതിരെയാണ്. ആ സ്റ്റേറ്റിനെതിരെയുള്ള ക്രൈം ആധികാരികമായ ഒരു ജസ്റ്റിസ് അന്വേഷിച്ച ഒരു റിപ്പോർട്ട്, ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആ ക്രൈമിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ എന്ത് നടപടിയെടുക്കണം? അങ്ങനോട് പറയൂ. നമുക്കൊപ്പം അസഫലി ഉണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകും മുമ്പ്, അങ്ങ് പഠിച്ച നീതിന്യായ വ്യവസ്ഥ പ്രകാരം സർക്കാരിനെതിരെ ഒരു ക്രൈം കമ്മിറ്റി ചെയ്തതായി ആധികാരികമായി സർക്കാർ നിയോഗിച്ച ഒരു സമിതി, അതും ജസ്റ്റിസ് ഹേമ കണ്ടെത്തിയ ഒരു പഠന സമിതിയിൽ പറഞ്ഞാൽ സർക്കാർ എന്തു ചെയ്യണം? അങ്ങ് പറയൂ. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഏറ്റവും അവസാനം ചൂണ്ടിക്കാണിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരാതിയുടെ സൂചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നാൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യും. അതിന്റെ ശക്തമായിട്ട് ഈ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സിലാക്കാൻ ഞാൻ ലളിതമായി ഇങ്ങനെ ചോദിക്കുന്നു. ഇതേപോലൊരു കമ്മിറ്റിയിൽ ഒരു മർഡറിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നതെങ്കിൽ
താങ്കൾ ഇതേ നിലപാടെടുക്കുമായിരുന്നു അരുൺ? ഇല്ല, ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു FIS വേണം എന്നുള്ളത് ബേസിക് അല്ലേ? ഒരാളെങ്കിലും പരാതി ഉള്ളവർ രംഗത്ത് വരണ്ടേ? ഇത് കൃത്യമായി പരാതി ഉള്ള ഒരാളും അവരുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അത് വേണോ? ഒരു സീറോ FIR ഇടാൻ അത് വേണോ? ഒരു സീറോ FIR ഇടാൻ BNS പ്രകാരം അത് വേണമോ? പക്ഷെ അല്ല, ഇത് ഗവൺമെന്റിന്റെ മുന്നിൽ കൃത്യമായി വന്ന ഒരു റിപ്പോർട്ട്, അത് കൃത്യമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അല്ല, മറ്റൊരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകൾ വന്നിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള പരാതി, ആ പരാതി ഉന്നയിച്ച് രംഗത്തേക്ക് വന്നാൽ പൊതുവെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്ന അവിടെ അത് നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട്. എന്റെ മെസ്സേജിലേക്ക്, ഒരു നടിയുടെ വാട്സ്ആപ്പ് കോളിലേക്ക്, നടിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വന്ന തെളിവുകൾ, എവിഡൻസസ്, ഹാർഡ് സ്പീക്കിംഗ് റിയാലിറ്റി. ഏത് നടിയുടെ? ഞാൻ പറഞ്ഞു തരണോ അങ്ങേക്ക്? ഈ സർക്കാരിന്റെ രഹസ്യ അറയിലിരിക്കുന്ന രണ്ടാം ഭാഗത്തിൽ, സർക്കാരിന്റെ രഹസ്യ അറയിലിരിക്കുന്ന രണ്ടാം ഭാഗത്തിൽ ഏതു നടി, ഏതു ദിവസം, എവിടെ വെച്ച് കൃത്യമായ രേഖകളുണ്ട്. അരുൺ, അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കും. താങ്കളുടെ ഈ സ്റ്റേറ്റ്മെന്റ് മതിയിരിക്കെ ഞാൻ അസഫ് അലിയിലേക്ക് പോകുന്നു. അസഫ് അലി, അരുണൊടുവിൽ പറയുന്നു അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കും. പക്ഷേ അസഫ് അലി, നമുക്കറിയാവുന്നത് പ്രകാരം ഈ ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ആയൊരു രേഖയാണ്, അത് പുറത്തറിയരുത്, അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ്. അസഫ് അലി, അരുൺകുമാർ പറയുന്നതിൽ ഒരു കഴമ്പില്ലേ? അതായത് ഈ ഒരു കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ എന്ത് FISന്റെ സ്വഭാവത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്? അഡ്വക്കേറ്റ് അസഫ് അലി. ഈ വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടപ്പോൾ. ഇവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ടെലിഫോൺ മെസ്സേജ് വരുന്നു, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, അല്ലെ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നു. പോലീസ് ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് പോകുന്നു. ആരും പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല, ആരും മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ഇരകളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ പോലീസ് പരാതി എഴുതി തരാത്തിടത്തോളം കാലം കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചു പോവുകയാണോ ചെയ്യുക? ദിസ് എക്സ്പേർട്ട് നോളജ് ഒന്നും വേണ്ട, മാറ്റർ ഓഫ് കോമൺ സെൻസ്. നമ്മുടെ 1898 CRPC, 1973 CRPC, ഇപ്പോൾ നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 രണ്ടാം ഭാരതീയ സുരക്ഷ, അതിൽ പറയുന്നത് എന്താണ്? കംപ്ലൈന്റ് എന്നാണ്. പോലീസിന് കംപ്ലൈന്റ് കിട്ടിയാൽ മാത്രം കേസെടുക്കാമെന്നാണോ പറയുന്നത്? അതിൽ പറയുന്നത് എവരി ഇൻഫർമേഷൻ ആണ്. Every information relating to the commission of a cognizable offence, orally or in writing, police shall register an FIR. FIR-ന് തെളിവ് വേണ്ട? FIR-ന് തെളിവുണ്ടാവോ? തെളിവ് ശേഖരിക്കേണ്ട സമയമാണോ ഒരു FIR? FIR എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നോട്ട് എ മാഗ്ന കാർട്ട. അത് ടു സെറ്റ് ദ ലോ ഇൻ മോഷൻ ആണ്. FIR എന്ന് പറഞ്ഞാൽ ടു സെറ്റ് ദ ലോ ഇൻ മോഷൻ, അത് മാത്രമേ ഉള്ളൂ FIR. FIR-ന്റെ ഘടകവിരുദ്ധമായിട്ടായിരിക്കും അവസാന കുറ്റപത്രം വരിക. FIR-ൽ പ്രതി വേണ്ട, പ്രതിസ്ഥാനത്ത് ആരും ഉണ്ടാവില്ല, കണ്ടാൽ അറിയാവുന്ന ആളുകൾ. ചിലപ്പോൾ ആളെ വരെ ഉണ്ടാവില്ല, കണ്ടാൽ അറിയാവുന്ന ആളുകൾ. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് നടക്കുന്ന ദൈനംദിന സംഭവങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രേക്ഷകർ. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടാൽ എല്ലാ 1869 CRPC-യിലും ഇൻഫർമേഷനാണ്, 1973 CRPC-യിലും ഇൻഫർമേഷനാണ്, 2023 ഒന്നാം നാഗരിക സന്നിധിയിലും രണ്ടാം നാഗരിക സന്നിധിയിലും ഇൻഫർമേഷനാണ്. പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി. പരാതി തന്നിട്ടില്ല. അപ്പൊ പരാതി എഴുതാൻ കഴിയാത്ത അക്ഷരവൈരികളായ ആളുകളുടെ കാര്യം
വളരെ അപകടത്തിലെന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത്? എഴുതാനും വായിക്കാനും അറിയില്ല, അല്ലെങ്കിൽ പരാതി പറയാൻ ധൈര്യമില്ല, സുരക്ഷ ഭയന്ന്. നമ്മുടെ രാജ്യം എവിടെയാണ്? ഇത് ഇദി അമീന്റെ ഉഗാണ്ടയാണോ? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണിത്. കോടതി പത്രം വായിച്ച് കേസെടുക്കുന്നു, ഹൈക്കോടതി പറയുന്നു കേസെടുക്കാൻ, മജിസ്ട്രേറ്റിന് സ്വന്തം വിവരം വെച്ച് കേസെടുക്കാം. നോ കംപ്ലൈന്റ് ഈസ് റിക്വയർഡ്. ജസ്റ്റിസ് ഹേമ ഇത് കോൺഫിഡൻഷ്യലാക്കാൻ പറഞ്ഞു. ആരതാണ് കോൺഫിഡൻഷ്യലാക്കാൻ? സ്വകാര്യത ആരതാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? പ്രതിയുടേതാ? വിക്ടിമിന്റേതാണ് സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അത് അല്ലാണ്ട് തന്നെ ഈവൺ അതർവൈസ് വിക്ടിമിന്റെ സ്വകാര്യത വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. പഴയ IPCയിലെ 226A, പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ 72-ാം വകുപ്പ് അതനുസരിച്ച് വിക്ടിമിന്റെ, നമ്മൾ കേട്ടതല്ലേ കണ്ടതല്ലേ കഴിഞ്ഞ 2 മാസം മുമ്പ് കേരളത്തിലൊരു ടോപ്പ് ലെവൽ IPS ഉദ്യോഗസ്ഥൻ വിത്ത് പ്രൂവൺ ഇന്റഗ്രിറ്റി, അയാൾ നടത്തിയ ഒരു കേസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിൽ ഇൻഡയറക്ട്ലി ഒരു പരാമർശം വന്നു. ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് അർത്ഥമില്ല, അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തില്ലേ? അപ്പൊ ഹേമ പറഞ്ഞിരിക്കുന്നത് വിക്ടിമിന്റെ ഐഡന്റിറ്റി അത് പറയേണ്ടില്ല, ജസ്റ്റിസ് ഹേമ പറയേണ്ടില്ല. ഈവൺ അതർവൈസ് അല്ലാണ്ട് തന്നെ വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല നമ്മൾ IPC അനുസരിച്ച്. മാത്രമല്ല ഏറെ വിചിത്രമായി തോന്നിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നയിച്ച ഹേമ തന്നെ കത്തുകൊടുത്തു, ഇത് എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ആണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുവിട്ടില്ല എന്ന വാദം എത്ര അർത്ഥരഹിതമാണ്. കാരണം ഇത് ജസ്റ്റിസ് ഹേമയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഇതിലെ മാറ്റർ കോൺഫിഡൻഷ്യലാണോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അല്ലേ എന്ന്. കോടതി ഒടുവിൽ എന്താ പറഞ്ഞത്? കോടതി ഇത് പുറത്തുവിടാൻ പറഞ്ഞു. അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞത് കോടതി അന്തിമ വാക്കായിട്ട് എടുക്കില്ലല്ലോ. കോടതി പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തുവിടാവുന്നതാണ് എന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഹേമ പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റി എവിടെ പോയി? കോടതി എടുത്ത് കാട്ടിക്കളഞ്ഞു. അതിനെയാണിപ്പോൾ ഇവർ പവിത്രവൽക്കരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ ഒളിച്ചു കളിക്കാൻ നോക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പറയുന്നത് ആർക്കാണ് രഹസ്യം? പ്രതിക്ക് രഹസ്യ സ്വഭാവം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? പുട്ടുസ്വാമി കേസും ഭരണഘടനയൊന്നും പ്രതിക്കില്ല. പ്രതിയുടെ പേര് പുറത്തു വരും. പുതിയ BNSS അനുസരിച്ച് പ്രതിയെ കയ്യാമ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, റേപ്പ് കേസിലെ പ്രതിയെ. അപ്പൊ അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ? കേസ് അന്വേഷണത്തോടനുബന്ധിച്ച് ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുന്നില്ലേ? അപ്പൊ ഹേമ കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞാലും അതിന് യാതൊരു വിലയില്ല, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് വിക്ടിമിന്റെ സ്വകാര്യതയാണ്, അതല്ലാണ്ട് തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. പഴയ 226 അതല്ലേ ഞാൻ പറഞ്ഞത്, കേരളത്തിലൊരു ടോപ്പ് ലെവൽ IPS ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു, അയാൾ നടത്തിയ കേസിനെ കുറിച്ച് ഒരു പുസ്തകം. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. എനിക്കതിന് മറുപടി വേണം അരുൺകുമാറിൽ. പക്ഷേ നമുക്കൊപ്പം 2 അതിഥികൾ കൂടിയുണ്ട്. ആശാ അച്ചി WCC അംഗമാണ്, ഗായത്രി വർഷ നമുക്കൊപ്പം ചില കാര്യങ്ങൾ തുറന്നു പറയാനെത്തിയിരിക്കുന്ന ചലച്ചിത്ര താരം കൂടിയാണ്. 2 അതിഥികളിലേക്കും ഞാൻ എത്താം വളരെ വേഗം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേസിലെ സർക്കാർ എന്നാണ് ചോദ്യം. അതിഥികളായി അഡ്വക്കേറ്റ് TS അഫലി, മുൻ DGP, ആശാ അച്ചി WCC അംഗം, ചലച്ചിത്ര താരം ഗായത്രി വർഷ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അതിൽ ആശാ അച്ചി WCC അംഗം, WCCയുടെ നിലപാട് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ യോഗം ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. 8 മണിക്കാണ് ഓൺലൈൻ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും ആശാ അച്ചി ജോസഫിൻ്റെ നിലപാട് എന്താണ്? സർക്കാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവ് നടത്തി, ചർച്ച നടത്തി, ഒരു സമഗ്ര നയരൂപീകരണം നടത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനിപ്പിച്ചാൽ മതിയോ? ഒരു കേസ് എടുക്കണ്ടേ? ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ ആശാ അച്ചി ജോസഫ്? അരുൺ, ഞാൻ ചെറിയതായിട്ടൊന്ന് പുറകോട്ട് പോവുകയാണ്. കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് കേരളത്തെ സംബന്ധിച്ചൊന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്ക് അറിയാം, നമ്മളുടെ സെക്ഷൽ ഹാരസ്മെന്റ് അല്ലെങ്കിൽ റേപ്പ് കേസുകൾ കേരളത്തിൽ നടന്നിട്ടുള്ള 10-35 വർഷമായി നടന്നിട്ടുള്ള റേപ്പ് കേസുകളിൽ എത്ര കേസുകളിൽ യഥാർത്ഥത്തിൽ ഇവിടെ ബാക്കിയുള്ളവർ നല്ല വിജ്ഞാനമുള്ളവരുണ്ട് കേസുകളെ സംബന്ധിച്ച്, അതുകൊണ്ട് ഞാനത് പറയാൻ അത്ര പര്യാപ്തമല്ല. എങ്കിലും എത്ര കേസുകളിൽ യഥാർത്ഥത്തിൽ വിധി അനുകൂലമായി വന്നിട്ടുണ്ട്, ഇരയ്ക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ള വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ അറിയപ്പെടുന്ന കേസുകളിൽ പോലും അവസാനം ഇരയുടെ ആ ഒരു
അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കറിയാം 7 വർഷം മുമ്പ് നടന്ന കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് WCC ഉരുവായത് തന്നെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ നിരന്തരമായിട്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. സ്ത്രീകളുടെ പീഡിപ്പിക്കപ്പെടലും അല്ലെങ്കിൽ റേപ്പാണോ അതോ മർഡറാണോ ഇതൊന്നും ഒരു വിഷയമല്ലാത്ത ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു സംശയം വീണ്ടും വീണ്ടും നമുക്കുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏതിന് എഗൻസ്റ്റായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. അതായത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറ്റ് സൈഡിലുള്ള, അതായത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിന്മേൽ ആക്ട് ചെയ്യേണ്ട ഇനീക്വാളിറ്റിയിൽ നിന്നാണ് നമ്മൾ വയലൻസ് ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇനീക്വാളിറ്റിയിൽ നിന്നുള്ള വയലൻസിനെ നമ്മൾ ഒഴിവാക്കുകയും സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി കൊടുത്തു കളയാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല അരുൺ. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇന്നൊരു CM-നെ വളരെ കൃത്യമായിട്ട് വിമർശിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കിവിടെ കേസെടുക്കണമോ കേസെടുക്കണ്ടയോ എന്നുള്ള ചോദ്യം 90-94 വർഷമായ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശാച്ചി, അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ആ പൊളിറ്റിക്കൽ വില്ലെന്ന് മാത്രമല്ല, ഇതൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇനി വരും തലമുറകൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ ആർജവമുള്ള ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു നിലപാടാണ് ആശാച്ചി പറഞ്ഞതുപോലെ. ഞാൻ ആശാച്ചിയിലേക്കും ഒപ്പം ആസഫ് അലിയിലേക്കും വരാം. ഗായത്രി വർഷ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗായത്രി വർഷ, ഒരുപാട് പേർ നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അവർ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച്, ചൂഷണത്തെക്കുറിച്ച്, വിവേചനത്തെക്കുറിച്ച് ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഗായത്രി വർഷയ്ക്കറിയാമല്ലോ, താങ്കൾ തന്നെ അതിന് പല ഘട്ടങ്ങളിലും നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളയാളാണ്. സിനിമാ മേഖലയിൽ നിന്ന് അതുകൊണ്ട് തന്നെ പലപ്പോഴും കലഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ നിലപാടും ആ അർത്ഥത്തിൽ വളരെ ആദരിക്കപ്പെടേണ്ടത് കൂടിയാണ്. ഗായത്രി, എൻ്റെ ലളിതമായ ചോദ്യം ഇതാണ്: ഒരു കേസ് എടുക്കാതെ, ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ഇത്തരം രീതികളെ നമുക്ക് തടയാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? ഇത് തുടരില്ലേ? വേട്ടക്കാർക്കൊപ്പം ഓടുന്ന ഒരു സാഹചര്യമുണ്ടോ ഇപ്പോഴും? എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണിൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്, വളരെ ഉദ്ദേശശുദ്ധിയുള്ളതുമാണ്. പക്ഷെ നമ്മളിപ്പം നിൽക്കുന്നിടത്ത് നിന്നിട്ടാണ് ആ ചോദ്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ ആശാച്ചി പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ഇൻഡസ്ട്രിയുടെ 96 വർഷത്തെ അനുഭവങ്ങളുടെ റിപ്പോർട്ടാണിത്. മാത്രമല്ല, നമ്മൾ സിനിമാ രംഗത്തെ കണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സമഗ്രമായ സിനിമാ നയം ഉണ്ടാകും എന്നാണ്. ഒരു സമഗ്രമായ സിനിമാ നയം എന്ന് പറയുമ്പം അത് സാംസ്കാരിക അടിസ്ഥാനത്തിൽ തന്നെയാണ്. സിനിമ ഏറ്റവും വലിയ സാംസ്കാരിക മാധ്യമമാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഞാനതിനെ സമീപിക്കുന്നത്. അപ്പോൾ ആ സാംസ്കാരിക അടിസ്ഥാനത്തിലുള്ള ഒരു നയം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് ഒരൊറ്റ ചോദ്യത്തിന് എസ് ഓർ നോ എന്നുള്ളൊരു ആൻസർ ക്വസ്റ്റ്യനിലേക്ക് ഇത് പോകാൻ പറ്റുന്ന കാര്യമല്ല. ഈ 96 വർഷത്തെ സിനിമ ഇൻഡസ്ട്രി ഇന്ന് നമ്മൾ പ്രതികളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരുൾപ്പെടെയുള്ളവർ സ്വാധീനമുള്ളവരാണ്, ഇൻഫ്ലുവൻസേഴ്സാണ്. അത് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് സാമൂഹ്യ തലത്തിൽ അധികാര ഇടങ്ങളിലുള്ള സ്വാധീനത്തെ അല്ല പറയുന്നത്. സാധാരണക്കാരനായിട്ടുള്ള പ്രേക്ഷകൻ്റെ മനസ്സിൽ അവൻ്റെ വികാര വിചാരങ്ങളോട്, അവനെ മോൾഡ് ചെയ്ത ഇടങ്ങളോട്, അവൻ്റെ റോൾ മോഡലുകളായ ഇടങ്ങളോട്, അനീതികളോട് അവൻ പ്രതികരിച്ച ഇടങ്ങളോട് ഒക്കെ ഞാൻ ഇങ്ങനെ ആവണം, ഈ നായകനെ പോലെ ആവണം. ഇൻസ്പെക്ടർ ബൽറാം ഒക്കെ കണ്ടിട്ടുള്ള എത്രയോ കുട്ടികൾ പോലീസിലേക്ക് ആവേശത്തോടെ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന പല നായക കഥാപാത്രങ്ങളും ഏറ്റവും അധികം സ്വാധീനമുള്ളതായിട്ടാണ് ഈ 96 വർഷം കേരള സമൂഹം രൂപപ്പെട്ടതിൽ സിനിമയ്ക്കുള്ള സ്വാധീനവും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സായി നിൽക്കുന്ന ഒരിടത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അതൊരു ചെറിയ ചോദ്യമല്ല. അപ്പോൾ ആ ഒരു ചെറിയ ചോദ്യത്തിന് മറ്റേതൊരു ക്രൈം പോലെ, ഇപ്പോൾ ആസിഫ് അലി സാർ പറഞ്ഞതുപോലെ മറ്റേതൊരു ക്രൈം പോലെ ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചയുടെ എവിഡൻസ് വെച്ചിട്ട് കേസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നിലവാരത്തിൽ നിന്നുകൊണ്ട് കേരള സമൂഹത്തെ കാണുന്ന ഒരു സർക്കാരിന് അത് അത്ര എളുപ്പമല്ല. ആശാച്ചി പറഞ്ഞ വളരെ കൃത്യമാണ്. ഇതൊരു പൊളിറ്റിക്കൽ വില്ലാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വില്ലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഒരു സ്ത്രീപക്ഷ കേരളത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു നൂറ്റാണ്ടിനോടടുത്ത കാലപ്പഴക്കമുള്ള അനീതികളോട് പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ, തുറന്നു പറയാൻ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞൊരിടത്ത് നിന്ന് ഒരു സർക്കാരിൻ്റെ അടുത്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ ഒരു ഒറ്റയടിക്ക് മറ്റൊരു ക്രൈമിനെ കാണുന്ന പോലെയുള്ള ഒരു നടപടിയിലേക്കും കേസ്
എടുക്കുന്നതിലേക്കും അത് പ്രതിയിലേക്കും വിക്ടിമിലേക്കും മാത്രമല്ല. ഇപ്പോൾ ആശാജി പറഞ്ഞതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതിനകത്ത് നിൽക്കുന്ന ഒരു വിക്ടിം എത്ര രഹസ്യത്തോടെ സൂക്ഷിച്ചു വച്ചാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് പോകുന്ന സമയത്ത് ആരാണ് ഓപ്പോസിറ്റ്, വിക്ടിം ആരാണ്, അവിടെ ബലിയാടാക്കപ്പെട്ട പെൺകുട്ടി ആരാണ്, ഇതറിയാനാണ് ജനത്തിന് കൗതുകം. ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സമൂഹത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടു. ആരാന്നറിയാനുള്ളൊരു കൗതുകമാണത്. ആ കൗതുകത്തിനപ്പുറത്തേക്ക് അയാളെ ശിക്ഷിക്കാനോ അയാളെ സ്വീകരിക്കാതിരിക്കാനോ അല്ല. നാളെയും അയാളുടെ പടങ്ങൾ കാണും, അല്ലെങ്കിൽ ഇന്നലകളിൽ ഇറങ്ങിയിരിക്കുന്ന അയാളുടെ ചിത്രങ്ങൾ ഇനിയും ആവശ്യത്തോടെ കാണും. രസകരമായ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ പക്ഷെ നിങ്ങൾക്ക് ഇതാവും. ഈ ബ്രേക്കിൽ നമ്മൾ പല അഡ്വർടൈസ്മെന്റുകൾ കണ്ടു ഇല്ലേ? നിങ്ങൾക്ക് അവരെ ബാൻ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആഡ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ കെട്ടുവിണഞ്ഞു കിടക്കുന്ന ഒരു കുറ്റകൃത്യം നടത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിന് മുന്നിൽ എത്തുമ്പോൾ, ഒരു തെളിവായി എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ക്രൈമുണ്ട്, സ്റ്റേറ്റിന് മുന്നിൽ ഒരു ക്രൈമുണ്ട്. ആ ക്രൈമിലുള്ളത് കുറ്റവാളിയായി നിൽക്കുന്നത് ഒരു ചലച്ചിത്ര താരമോ അതല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഒരു കുറ്റവാളിക്കെതിരെ നിയമ നടപടിയുമായി പോകുക പ്രാഥമികമായ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾ പറഞ്ഞ ഈ ഒരു സാംസ്കാരികമായ ഇടത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ ഒരു പഠനം നടക്കുന്നതും അതിനൊരു കമ്മിറ്റി നിയോഗിക്കുന്നതും. ആ അർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത നിലപാട് ശ്ലാഘനീയമാണ്. ഇനി എൻ്റെ ചോദ്യം നമുക്ക് അത് അസഫ് അലിയുടെ മറുപടിയിലേക്ക് കൂടി പോകാം. അതിനു മുൻപ് ഗായത്രി, താങ്കളും ഈ സിനിമാ മേഖലയിൽ സമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടാകുമല്ലോ, ഏറിയും കുറഞ്ഞുമൊക്കെ. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എന്താണ് ഗായത്രി വർഷയ്ക്ക് തോന്നിയത്? ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഞാൻ വായിച്ചില്ല എന്നുള്ളതൊരു സത്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഏതാണ്ട് ഒരു സമഗ്രമായ രീതിയിലുള്ള ഓരോ പോയിന്റ് ബൈ പോയിന്റ് അല്ലെങ്കിലും റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അധികം താങ്ക്സ് ടു ഗവൺമെൻറ്, താങ്ക്സ് ടു WCC ആൻഡ് അത് ഇത്രയും ഇച്ഛാശക്തിയോടെ ഇതിൻ്റെ പെയിൻ എല്ലാം എടുത്തിട്ട് ഇത്ര സമഗ്രമായ ഒരു റിപ്പോർട്ടിലേക്ക്, സമഗ്രമായ ഒരു ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളുടെ അറിവിൻ്റെ തുറവിലേക്ക് കൊണ്ടുവന്ന കമ്മിറ്റിയെ ഉൾപ്പെടെ ഞാൻ ഏറ്റവും ബഹുമാനപൂർവ്വം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ നമ്മൾ കേസ് കൊടുത്ത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ പ്രതികരിക്കുമ്പോൾ, പോലീസിനോട് പറയുമ്പോൾ, പോലീസ് ക്രൈം സ്പോട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പോലീസ് അവരുടെ ആളാകും. ആരാണോ പ്രതിഭാഗത്ത് നമ്മൾ ഉദ്ദേശിച്ചത് അവരുടെ ആളാകും. അതിന് പല ഇൻഫ്ലുവൻസുകൾ പോലീസിൻ്റെ മേലെ വരും. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല, നമ്മളെ തന്നെ കുറച്ചുകൂടിയൊക്കെ നമ്മൾ പറയുന്നത് ലോജിക്കുള്ളതാണെന്ന് മനസ്സിലായ നമ്മളെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കും. പിന്നെ അവസാനം വന്ന് നോക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടും വെച്ചു. അല്ല, അത് നിർഭാഗ്യകരമാണ്. പക്ഷേ നമുക്കെല്ലാം അങ്ങനെ ജനറലൈസ് ചെയ്യാനും കഴിയില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിലടക്കം അന്വേഷണം ഇപ്പോൾ ഒരു ഗതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് മറിച്ചൊരു നിലപാടുമുണ്ടായിട്ടുണ്ട്. ഗായത്രി, എൻ്റെ ചോദ്യം, ഗായത്രിക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് സിനിമാ സെറ്റിൽ വിവേചനം നേരിടേണ്ടി വരിക, ഈ പറയുന്ന പവർ മാഫിയ എന്ന് പറയുന്നതിനെ ഗായത്രി വർഷയ്ക്ക് നേരിടേണ്ടി വരിക, അത്തരം സാഹചര്യങ്ങളിൽ നിസ്സഹായി പോകേണ്ടി വരിക, ഇതൊക്കെ ഗായത്രി വർഷ നേരിട്ട് അനുഭവിക്കുകയോ മറ്റു നടിമാർ അനുഭവിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഗായത്രി? തീർച്ചയായിട്ടും ഒരുപാട്. എനിക്ക് നേരിട്ട് അത്ര അനുഭവങ്ങളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോൾഡ് ചെയ്യപ്പെട്ട വഴിയും മറ്റൊന്നായിരുന്നുകൊണ്ട്, വിദ്യാർത്ഥി വിപ്ലവ രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും സ്പോട്ടിൽ പ്രതികരിക്കുക, ഇല്ലെങ്കിൽ അവിടുന്ന് വിഡ്രോ ചെയ്യുക എന്ന് പറയുന്ന ഒരു നിലപാട് ആദ്യം മുതൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പല പെൺകുട്ടികൾ സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം, 1995 അമ്മയുണ്ടായ അതേ വർഷം അമ്മയിൽ മെമ്പറാവുകയും മെമ്പർഷിപ്പ് റിസൈൻ ചെയ്യുകയും ചെയ്ത ആളാണ് ഞാൻ. ഇന്ന് വരെ അതിനുശേഷം ഞാൻ ആ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഗായത്രി, എന്താണ് മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം? മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം ഇത്തരം ലൈംഗിക അബ്യൂസോ അത്തരം പ്രതികരണങ്ങളൊന്നുമല്ല. ഞാൻ അന്ന് സ്റ്റുഡൻ്റാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന ആളാണ്. എനിക്കൊരു 3 സിനിമയുടെ ബാലൻസ് കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ ബാലൻസ് ഒരു 35,000 രൂപ കിട്ടാനുണ്ട്. രേഖാമൂലം ആ പൈസ ആസ് എ സ്റ്റുഡൻറ്റ് എനിക്കത് വലിയ എമൗണ്ടാണ്, അതുകൊണ്ട് ആ പൈസ എനിക്ക് വാങ്ങി തരണം എന്നൊരു കത്ത് അമ്മയിൽ കൊടുത്തപ്പോൾ
ഒരു പുതിയ സംഘടന എന്നുള്ള നിലയിലും താരതമ്യേന പുതുമുഖം എന്നുള്ള നിലയും നിങ്ങളുടെ ആ പൈസ വാങ്ങിത്തരാൻ സീനിയോറിറ്റിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ഇടപെടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്ലൈ. അപ്പോൾ പിന്നെ ഞാനൊരു സംഘടനാ രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വളർന്നു വന്ന് എനിക്ക് ഒരു സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ഒരു അംഗത്തിൻ്റെ ഒരു ആവശ്യം പരിഗണിക്കാൻ, അവകാശം പരിഗണിക്കാൻ, ആ അവകാശത്തിന് വേണ്ടി ഒരു വാക്ക് പോലും പക്ഷേ ഗായത്രി, ഇതേപോലെ ലൈംഗിക ചൂഷണം നേരിട്ട സഹപ്രവർത്തകരോ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളോ ഒക്കെ ഗായത്രിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇപ്പം എനിക്ക് മറ്റൊരാളുടെ അനുഭവം പറയാൻ പറ്റില്ല. ഞാൻ സി എ ഡി ഉണ്ണികൃഷ്ണൻ BA എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് 94. അതിനുശേഷം 3 സിനിമകൾ, അന്നത്തെ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള ഡെയിലികൾ 3 സിനിമ പലപ്പോഴായി ഗായത്രി നായിക വേഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 സിനിമകളും നായികയായിട്ട് ഞാൻ അഭിനയിച്ചില്ല. ഞാൻ അഭിനയിക്കാത്തതിൻ്റെ കാര്യം കഥയും എന്ന് പറഞ്ഞ സംസാരവും ഉണ്ടായതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പദവിയാണെന്ന്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംവിധായകൻ്റെ ഭാഗത്തു നിന്നുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ എന്ന് പറയും. അത് ഗായത്രിയോട് നേരിട്ട് പറഞ്ഞോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗായത്രിയോട് പറഞ്ഞു. സംവിധായകന് വേണ്ടിയിട്ട് എന്നോട് നേരിട്ട് പറയുന്നു. അതേ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരേ സെന്റൻസിൽ സിനിമ ഒഴിവാക്കി പോയവളാണ് ഞാൻ. പക്ഷെ അങ്ങനെ എത്ര പേര് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് കുട്ടികൾ എൻ്റെ അന്നത്തെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഗായത്രിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആ സമയത്ത്? ഞാൻ ആ സിനിമ ഒഴിവാക്കി പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. കാരണം അങ്ങനെ പ്രതികരിക്കേണ്ട ഒരിടമല്ല, നമുക്ക് സിനിമ ഒഴിവാക്കി പോവുക എന്നുള്ളത് മാത്രം. എൻ്റെ 19ാമത്തെ വയസ്സിലാണിത്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയാത്ത എൻ്റെ പ്രായത്തിലാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഗായത്രി ചോദിച്ചില്ലേ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് സുഹൃത്തെ എന്ന് ചോദിച്ചു? അതോ ഗായത്രി അപ്പോൾ ഏകദേശം ഊഹിക്കാൻ പറ്റുമായിരുന്നു? അത് ഏകദേശം ഊഹിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു സംസാരം പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാംസ്കാരിക നിലവാരമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഊഹിക്കുകയും ആ സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയിലേക്കുള്ള എൻട്രിക്ക് മുമ്പ് തന്നെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ വരുന്നു എന്നുള്ളത് ഈ കമ്മിറ്റിയിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ഗായത്രിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. മറ്റു നടിമാരും ഇതേപോലെ സമാനമായി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അഥവാ അഡ്ജസ്റ്റ്മെന്റിന് വിധേയമായി തീർന്നവരും ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഗായത്രിയുമായിട്ട് അതൊക്കെ പങ്കിടേണ്ടി വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പങ്കിടേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ 30 വർഷമായി ഇപ്പം ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 2024 30 വർഷമാണ്. ഇതിൻ്റെ ഇടയിലുള്ള കാലയളവിൽ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലും നമ്മളുടെ തൊഴിലെടുത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒബ്സർവേഷൻസ് ഉണ്ട്, ഓരോന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് അഭിനയിക്കുകയാണ് എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ തൃഷ്ണ. ഞാൻ അഭിനയിക്കേണ്ട ആളാണ്, എനിക്ക് അഭിനയിച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന അത്ര പാഷനുള്ള ഒരാൾക്ക് എത്രമാത്രം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന നിസ്സഹായത ഇതിനകത്ത് വളരെ വലുതായി വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള നിസ്സഹായതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി, ഇതിൽ ഈ 18 വയസ്സ് പൂർത്തിയാവാത്ത പെൺകുട്ടികളടക്കം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിതിലെ വളരെ പ്രധാനപ്പെട്ട ചില സോഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ചില മുതിർന്ന നടന്മാരടക്കം ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിച്ചതായി ഉള്ള പരാതികൾ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് വേണ്ടി വന്നാൽ പോക്സോ നിലനിൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടാവണം തീർച്ചയായിട്ടും. എനിക്കതിന് കൃത്യമായി ഇന്നത് എന്ന് പറയാനുള്ള എവിഡൻസും അനുഭവം എൻ്റെ മുന്നിലില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നായികമാരായിട്ട് പോലും വരുന്ന പെൺകുട്ടികൾ എത്ര ചെറുകുട്ടികളാവുന്നോ അത്രയും നല്ലത് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ നായികമാരും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ 13 വയസ്സിലും 14 വയസ്സിലും ഒക്കെ അഭിനയിച്ചു തുടങ്ങിയവരാണ്. നായികയായിട്ട് സാരി എടുത്ത് വലിയ ഭാര്യമാരായിട്ടൊക്കെ ഉള്ള റോളുകളിൽ ആ പ്രായത്തിൽ അഭിനയിച്ചിട്ടുള്ള വെരി ടാലൻറ്റഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അത്ര ചെറുപ്രായം മുതലേ അങ്ങനെയുള്ള വേഷങ്ങളിലേക്ക് പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനിടയിൽ ഒരു പോക്സോ കേസിൻ്റെ പോലും സാധ്യതയില്ല എന്ന് പറയുന്നതാവും തെറ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗായത്രി. ഈ നടന്മാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവമോ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ ഗായത്രി വർഷയ്ക്കോ അല്ലെങ്കിൽ ഗായത്രിയുടെ സുഹൃത്തുക്കൾക്കോ ലഭിച്ചിട്ടുണ്ടോ? ഡോക്ടർ അരുണിൻ്റെ ചോദ്യം
വളരെ ബാലിശമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ അഭിനയിച്ച മൂന്ന് പതിറ്റാണ്ട്, ഈ 3 പതിറ്റാണ്ടിൽ സിനിമയുടെ ഒരു 3 തലമുറയുടെ സാക്ഷ്യം എൻ്റെ മുന്നിലുണ്ട്. ഞാൻ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് സിനിമയുടെ ക്യാപ്റ്റൻസി, ദ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്ന ആൾ ഡയറക്ടറാണ്, അഥവാ ക്രിയേറ്ററുടെ കയ്യിലാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു കെട്ടുപാടുണ്ട്, അതിന് കുറച്ചുകൂടി ഒരു ചിട്ടയുണ്ട് അവിടെ. പിന്നെ കാലം പോയ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം ഒഴുക്കിനനുസരിച്ച് മൂലധനം എല്ലാത്തിനും അധിപതിയായി വന്ന സമയത്ത് പണം തന്നെയായി സിനിമയിലെ ക്യാപ്റ്റൻസി. പണം സിനിമയിലെ ക്യാപ്റ്റൻസി ആയി വരുന്നു എന്ന് പറയുമ്പം അത് നിർമ്മാതാവ് എന്നുള്ള സൂചന എന്നിൽ നിന്നില്ല. എനിക്കറിയുന്ന രീതിയിലാണെങ്കിൽ വളരെ ചുരുക്കം നിർമ്മാതാക്കളെ ഡയറക്റ്റ് ലൊക്കേഷനിലെ കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ, വളരെ ചുരുക്കം. അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ, എക്സിക്യൂട്ടീവ്, ബാക്കി ക്രിയേറ്റീവായിട്ടുള്ള സ്വാതന്ത്ര്യം സംവിധായകർക്ക് കൊടുക്കുക ഒക്കെയാണ്. പക്ഷെ ഇത് പോയിട്ട് പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് ആരുടെ പേരിലാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞെടുത്ത് നടന്മാർ ഫോക്കസിലൊക്കെ വന്നു കഴിഞ്ഞപ്പം നടന്മാരുടെ ഒരു ഗ്രൂപ്പ്, ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. നടന്മാരുടെ ഇഷ്ടമുള്ള ഒരു സ്വജന സാധ്യത പോലും സിനിമയിലുണ്ട്. ആരഭിനയിക്കണം? നമ്മുടെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ആളുണ്ടല്ലോ, നമ്മുടെ ആളെ വിളിക്കൂ, നമ്മളുടെ ആൾക്ക് വേണ്ടി കഥാപാത്രം എഴുതൂ, നമ്മളുടെ ആൾ ഇവിടെ ഉണ്ടാവണം, അതിനുവേണ്ടി കഥാപാത്രം എഴുതൂ. അതാണ് പെണ്ണെന്നുള്ള വ്യത്യാസം പോലും ഞാൻ പറയുന്നില്ല. പലതരത്തിലും അങ്ങനെ തന്നെയാണ് ക്യാരക്ടർ റോളുകൾ ഉണ്ടാവുന്നത്, ക്യാരക്ടർ റോളുകളുടെ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. എൻ്റെ ഇന്നയാളുണ്ട്, എൻ്റെ പടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വേഷം ചെയ്ത ആൾ, അയാൾക്കൊരു വേഷം കൊടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെ പറയുന്ന ഗ്യാങ്ങായി വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആ ഗ്യാങ്ങിനിടയിൽ നിൽക്കാനും അവിടെ നിവർത്തികേടുകൾ ഉണ്ടാവുകയും നിസ്സഹായത ഉണ്ടാവുകയും ഞാൻ സ്ഥിരമായി അയാളുടെ ആർട്ടിസ്റ്റ് ആണെന്നുള്ള വിധേയത്വം ഉണ്ടാവുകയും വ്യക്തമാണ്. ഒരു കാര്യം കൂടി, ഇതിലൊരു കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ഈ നടിമാരെ അതിലേക്ക് വഴക്കിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ. അങ്ങനെയുണ്ടോ യഥാർത്ഥത്തിൽ? അതായത് മോളെ, ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, ഇതൊക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ്, നിനക്ക് ഒന്ന് വഴങ്ങിക്കൊടുത്താൽ ഇന്ന സുവർണ നേട്ടങ്ങളും സ്വർഗ്ഗലോകങ്ങളും ഉണ്ട് എന്ന് പ്രലോഭിപ്പിക്കുന്ന ഒരു വർഗമുണ്ടോ ഈ കൂട്ടത്തിൽ? എനിക്കത്ര അനുഭവങ്ങളില്ല, പക്ഷെ അത്തരം സൂചനകൾ എൻ്റെ അറിവിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അത് നടിമാർ വരെയുണ്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റിൽ എന്ന രീതിയിൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്വക്കേറ്റ് TS അലി, നോക്കൂ, വേണ്ടി വന്നാൽ പോക്സോ അടക്കം ഉൾപ്പെടാവുന്ന ഒരു കേസാണ്. ആസൂത്രിതമായ ഒരു ഇരയെ കെണിയിൽപ്പെടുത്തുന്നതിൻ്റെ ചതിക്കുഴികളാണ്. സർക്കാർ ഇപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് ഒരു പരാതിക്കാരൻ വരട്ടെ, അപ്പോൾ എല്ലാ സഹായവും ഈ സർക്കാർ ചെയ്തു കൊടുക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഇത്, അഡ്വക്കേറ്റ് TS അലി? ഈ വേട്ടക്കാർക്കൊപ്പം എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ഹീനകൃത്യങ്ങൾ ഈ വ്യവസായത്തിൽ ഇനിയും തുടർന്ന് നടത്താം, നിങ്ങൾക്ക് സർക്കാർ നിങ്ങളെ കൂടെയുണ്ട് എന്നൊരു റോങ് മെസ്സേജാണ് ഈ ഒരു നിലപാടോടുകൂടി പുറത്തു വരുന്നത്. എന്തൊരു ഷോക്കിംഗ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് നയം രൂപീകരിക്കുകയാണ്. നയമില്ലാത്തത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? പണ്ട് നമ്മളെ പൽക്കിവാല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു, വി ഹാവ് ടു മെനി ലോസ്, ടു ലിറ്റിൽ ജസ്റ്റിസ്. ധാരാളം നിയമങ്ങളുണ്ട്, പക്ഷേ നീതിയില്ല. ഇവിടെ പ്രശ്നം എന്താണ്? സിനിമക്ക് ഒരു നയമില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ നമ്മളെ നിയമങ്ങൾ എത്രയുണ്ട്. ഈ സിനിമ, എൻ്റെ സഹോദരി പറഞ്ഞ വാക്കുകൾ എന്തൊരു ഷോക്കിംഗ് ആണ് വാസ്തവത്തിൽ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഷോക്കിംഗ് അല്ലേ? കുറ്റകൃത്യം നടന്ന കാര്യം പച്ചയായി പല്ലൊളിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ വന്ന് ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ സംസാരിക്കുമ്പോൾ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ആരെ സഹായിക്കാൻ വേണ്ടി? എന്തിനു വേണ്ടി? അതാണ് ചോദിക്കുന്നത്. എൻ്റെ മറ്റേ സഹോദരി പറഞ്ഞില്ലേ, ഈ വിക്ടിംസിന് രക്ഷയുണ്ടാവില്ല. തെറ്റാണ്. ഞാൻ എൻ്റെ ടെന്യൂർ ആസ് DGP കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഗാങ് റേപ്പ് കേസ് പ്രോസിക്യൂട്ട് ചെയ്താണ് ഞാൻ. കീഴ്ക്കോടതി ശിക്ഷിച്ച 34 പേരെ ഹൈക്കോടതി വെറുതെ വിട്ടു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഡൽഹി റേപ്പ് കേസ് നടന്ന ആ ചൂടിലാണ് സുപ്രീം കോടതി അത് കേരള ഹൈക്കോടതിക്ക് തിരിച്ചയച്ചു. ഞാൻ ഈ റേപ്പ് നടന്ന എല്ലാ സ്ഥലത്തും ഞാനും എൻ്റെ കൂടെയുള്ള GP-മാരും സന്ദർശനം നടത്തി. ആ കേസിൽ മുഴുവൻ ആളെയും വെറുതെ വിട്ടവർക്ക്, പിമ്പുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കേരള ഹൈക്കോടതി ശിക്ഷമായി കൊടുത്തു. 9 മാസമാണ് വിചാരണ നടന്നത്. ഈ വിക്ടിം എന്ന് പറയുന്നത് വെരി വെരി പവർഫുള്ളാണ്. 2013 IPC ഉണ്ടാക്കിയ സമഗ്രമായ മാറ്റങ്ങൾ
അത് ഡൽഹി റേപ്പ് കേസിനെ തുടർന്നുണ്ടായ മാറ്റങ്ങളാണ്. ആ കേസ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജെ വർമ്മ കമ്മീഷൻ എവിഡൻസ് ആക്ടിലും IPCയിലും ഉണ്ടാക്കിയ സമഗ്രമായ മാറ്റങ്ങൾ അത് വിക്ടിമിന് പരിരക്ഷ നൽകുന്ന ഒരു പ്രൊട്ടക്റ്റീവ് അംബർലിയാണ്. അങ്ങനെ ആരും ഇല്ലാത്ത നിസ്സഹായരായ നിരപരാധികളായ വിക്ടിംസിന് പരിരക്ഷ നൽകുന്ന ഒരു നിയമമുള്ള രാജ്യത്ത് നിന്നിട്ടാണ് ഒരു മുഖ്യമന്ത്രി പറയുന്നത് പരാതി എഴുതി തന്നിടത്തോളം കാലം യാതൊരു നടപടിയും എടുക്കില്ല. ശരിയാണ് അഡ്വക്കേറ്റ് സഫലി. പരാതി എഴുതി തന്നാൽ മാത്രമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ കേസെടുക്കൂ എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിലെ സർക്കാരിനു ചേർന്നതല്ല. സർക്കാർ പുനരാലോചിക്കണം. ഈ സമിതി റിപ്പോർട്ട് ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് സമയം തേടുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഈ പരിഷ്കൃത സമൂഹത്തിലെടുക്കേണ്ട നിലപാടിതല്ല. കുറ്റക്കാർ ആരാണെങ്കിലും, അവരെത്ര സ്വാധീനമുള്ളവരാണെങ്കിലും, എത്ര ഉന്നതന്മാരാണെങ്കിലും നിയമത്തിന് മുന്നിൽ അവരെ ചൂണ്ടിക്കാട്ടണം. അവർക്ക് വലിയ നക്ഷത്രത്തിളക്കമുണ്ടെങ്കിലും അവരുടെ ചെയ്തികൾ ഈ ഭൂമിയോളം താഴ്ന്ന പാതാളത്തിലേക്ക് ഇടിഞ്ഞു പോകുന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇനി വരും തലമുറയ്ക്കെങ്കിലും നിർഭയമായ അവരുടെ തൊഴിലിടങ്ങളിൽ അവരുടെ സർഗവാസനകൾ പ്രദർശിപ്പിക്കാൻ കഴിയണം. ഒരിടതുപക്ഷ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഉത്തരവാദിത്വമുള്ള മന്ത്രിയിൽ നിന്നും ഉത്തരവാദിത്വമുള്ള സർക്കാരിൽ നിന്നും കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത് വേട്ടക്കാർക്ക് കൂടുതൽ ഇരകളെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമല്ല, പകരം വേട്ടക്കാരെ ചൂണ്ടിക്കാട്ടുന്ന സർക്കാരാവണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. Debate with Arun Kumar.